കുട്ടികളെ ഒരു ആഗ്രഹമായിരുന്നു സിപ്പ് ലൈനിൽ കയറണം എന്നുള്ളത്. അപ്പോൾ അവർ ചെറുപ്പത്തിൽ നമ്മളെല്ലാ സ്ഥലത്തും പോയപ്പോഴും കയറാൻ പറ്റില്ല, വെയിറ്റിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഏകദേശം സിപ്പ് ലൈനിലേക്ക് പോകാൻ പറ്റിയ ഏജ് ആയപ്പോൾ നമ്മളങ്ങനെ വയനാട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ സിപ്പ് ലൈനിൽ ഒരാൾക്ക് 500 ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറാൻ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 40 റുപ്പീസാണ്. നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് അവരെ ജീപ്പുള്ളവർക്ക് ഓഫ് റോഡാണ്, ജീപ്പ് കയറി ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അവരെ ജീപ്പിൽ നമ്മളെ മുകളിൽ എത്തിക്കും. ഇവിടെ പല ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലോ ലെങ്ത്ത് കൂടുതലോ എന്ന് വെച്ചിട്ട് നമ്മളിത് മാത്രമാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. കുട്ടികളുടെ ആഗ്രഹങ്ങളല്ലേ, അപ്പോൾ അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് വയനാട്ടിലേക്ക് പോകുന്നതാണ്. വളരെ സന്തോഷമില്ലേ, അപ്പോൾ അതൊക്കെ കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മോളാണ് അങ്ങോട്ട് പോയി തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മോന് വരും. അതൊക്കെയാണ് ഈ വീഡിയോസിലുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ വയനാട്ടിൽ വൈത്തിരി ഭാഗത്താണ് ഇത് വരുന്നത്. ഇതിപ്പോൾ ലൊക്കേഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. വയനാട് ചുരം കയറി വൈത്തിരി ഭാഗത്ത് വരുമ്പോൾ തന്നെ വലത് ഭാഗത്ത് കാണാം, കോഴിക്കോട് നിന്ന് വരുമ്പോൾ വലത് ഭാഗത്ത് കാണാം. മാറിപ്പോകാൻ പിന്നെ ഇതല്ലാണ്ട് വേറെ ഇത്ര ലെങ്ത് ഉള്ളത് ഇല്ല, വൈത്തിരിയിൽ തന്നെ ഉള്ളൂ. അപ്പോൾ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞത്, അടിപൊളിയായി എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ ഇവിടെ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു, നല്ല അടിപൊളിയാണ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ